നമുക്ക് തിരുവനന്തപുരം വരെ പോയിട്ട് വന്നാൽ എന്ത്? പത്മനാഭസ്വാമിനെല്ലാം കണ്ടിട്ട് കോവളത്തെല്ലാം ഫുള്ള് കറങ്ങിയിട്ട് വരാ. എന്തുന്നാന്നപ്പാ, നിങ്ങൾ റെഡിയല്ലേ? നമുക്ക് ജോറാക്കാന്ന്. വണ്ടി എടുത്ത് തന്നെ പോവാ, നേരെ വിടാം. ഒരു കാസർകോട്ടുകാരന് നൈസായിട്ട് തിരുവനന്തപുരത്ത് പോകുന്ന കാര്യം ഇങ്ങനെ പറയാനാകുമോ? ട്രെയിൻ പിടിച്ചു പോയാൽ 12-15 മണിക്കൂർ വേണം. ബസ്സിനോ കാറിനോ പോകാമെന്ന് വെച്ചാൽ ട്രാഫിക് ബ്ലോക്കും മണിക്കൂറുകളോളം ഇരിക്കുന്ന കാര്യവും ഓർത്ത പിന്നെ ചടപ്പ. എന്നാൽ ഇനി കേരളത്തിലെ സീൻ അപ്പാടെ മാറാൻ പോകുന്നു. യാത്ര ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വണ്ടിയും എടുത്ത് ഇറങ്ങിക്കോ. എന്താ കാരണമെന്ന് പറയേണ്ടതില്ലല്ലോ. കാസർഗോഡുകാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇപ്പോൾ 6 വരിന്റെ പണിയെല്ലാം തീരാനായി. ഫുള്ള് ജോറാ, വൈബായിട്ട് പോയി വരാം. അപ്പോ അതാണ് സംഗതി. കേരളം അടിമുടി മാറുകയാണ്. 6 വരി പാതയുടെ പണി ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും. കാസർകോട്ടുകാരനെ വണ്ടിയെടുത്ത് ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് വന്നാൽ 8 മണിക്കൂർ കൊണ്ട് തലസ്ഥാനത്തെത്താം. ഒറ്റ ദിവസം കൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രവും കോവളവും ഒക്കെ കണ്ട് മൊത്തത്തിൽ ചുറ്റിയടിച്ചു പോവാം. സംഗതി കളറാവില്ലേ? ഇനി തിരുവനന്തപുരത്തുകാരനാണെങ്കിൽ നേരെ വണ്ടി എടുത്തു പോയാൽ ഇതേ സമയം കൊണ്ട് കാസർകോട്ടെ ബേക്കൽ കോട്ടയൊക്കെ കണ്ടിട്ട് പോരാം. ഇനി പോകുന്ന വഴിക്കാണെങ്കിൽ കാണാൻ ഒരുപാടുണ്ട്. അഷ്ടമുടിക്കായലും ആലപ്പുഴയിലെ പുന്നമടക്കായലും ബീച്ചും കുമ്പളങ്ങിയും ഫോർട്ട് കൊച്ചിയൊക്കെ കാണാം. ചെറായി ബീച്ചും കൊടുങ്ങല്ലൂരും ഗുരുവായൂരും പൊന്നാനിയും മാഹിയും തലശ്ശേരി ഒക്കെ വേഗം എത്താം. ഇനി മൂന്നാറിലോട്ട് പോകണമെങ്കിൽ കൊച്ചിയിൽ ചെന്നിട്ട് നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കാം. NH 6 വരിയാക്കുന്ന പണി അവസാന ഘട്ടത്തിലാണ്. ഈ വർഷം ഡിസംബറോടെ പണി പൂർത്തിയാകും. കാസർകോട്ടെ തലപ്പാടിന്ന് തുടങ്ങി തിരുവനന്തപുരം മുക്കോല വരെ 643.29 കിലോമീറ്റർ ദൂരമാണ് 6 വരിയാക്കുന്നത്. 24 റീച്ചുകളിലായി 45 മീറ്റർ വീതിയിൽ 6 വരി പാതയും ഒരു വശത്ത് സർവീസ് റോഡും ഒക്കെയുണ്ട്. ഇപ്പൊ തന്നെ പണി പൂർത്തിയായ ഭാഗങ്ങളിലൂടെ വാഹനങ്ങൾ ഓടിത്തുടങ്ങി. ഈ ദേശീയപാത കടന്നു പോകുന്നത് കേരളത്തിലെ 9 ജില്ലകളിലൂടെയാണ്. പണി കഴിയുമ്പോൾ തിരുവനന്തപുരം കാസർഗോഡ് യാത്രാ സമയം 10 മണിക്കൂർ വരെ ലാഭിക്കാനാകും. ഇപ്പോഴാണെങ്കിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ദൂരം റോഡ് മാർഗം താണ്ടാൻ 17 മണിക്കൂറെങ്കിലും വേണം. ദേശീയപാത പണി തീരുമ്പോൾ യാത്രാ സമയം 8 മണിക്കൂറായി ചുരുങ്ങും. കാസർകോട്ടുകാരന് തിരുവനന്തപുരത്തും തിരുവനന്തപുരംകാരന് കാസർകോട്ടും വേഗത്തിലെത്താമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഈ ദേശീയപാതയുടെ പണി തീരുമ്പോൾ കേരളം ഇതുവരെ കാണാത്ത ചില സംഗതികൾ കൂടെ കാണാം. 1.12 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റത്തൂൺ പാലം കാസർകോട്ടെ തലപ്പാടി ചെങ്കള റീച്ചിലാണ്. റോഡ് യാത്രക്കാരുടെ ഭീതി സ്വപ്നമായിരുന്നു മലപ്പുറം വളാഞ്ചേരിയിലെ വട്ടപ്പാറ വളവ്. അത് ഇല്ലാതാകാൻ പോകുന്നു. അതിനു പകരമായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ വയഡക്റ്റ് മേൽപ്പാലം അവിടെ വന്നു കഴിഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ അരൂർ തുറവൂർ മേൽപ്പാതയാണ് മറ്റൊരു വിസ്മയം. രാജ്യത്തെ തന്നെ ഏറ്റവും നീളമുള്ള ഒറ്റത്തൂൺ 6 വരി പാതയായി ഇത് മാറും. ഇനി നമ്മൾ തുടങ്ങിയിടത്തേക്ക് തന്നെ വരാം. തെക്ക് വടക്ക് യാത്രയ്ക്ക് വേഗം കൂടുമ്പോൾ ഏറ്റവും അധികം ഗുണം കിട്ടുന്നത് സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യർമാർക്കായിരിക്കും. ദേശീയപാതയ്ക്ക് സമാന്തരമായി തീരദേശ ഹൈവേയും മലയോര ഹൈവേയും ഒരുങ്ങുന്നതോടെ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വേഗം എത്താം. കേരളത്തിലെ ബീച്ചുകൾ, കായലുകൾ, ഹിൽ സ്റ്റേഷനുകൾ, സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത്. ലോകം മൊത്തം ഫേമസ് ആണ് നമ്മുടെ ടൂറിസം. ഇന്ന് മെച്ചപ്പെട്ട യാത്രാ സൗകര്യം കൂടി വരുന്നതോടെ ആഭ്യന്തരവും അന്തർദേശീയവുമായ സഞ്ചാരികൾക്ക് കേരളം കൂടുതൽ പ്രിയപ്പെട്ട സ്ഥലമായി മാറും. അപ്പോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് കൂടി നോക്കണല്ലേ. വർഷങ്ങളായി കുപ്പിക്കഴുത്തു പോലെ കിടന്ന റോഡാണ് ഇപ്പോൾ 6 വരിയിൽ അടിപൊളിയായി മാറുന്നത്. പിണറായി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇവിടുത്തെ ദേശീയപാത വികസനം സാധ്യമാക്കിയത്. മറ്റ് സംസ്ഥാനങ്ങളിൽ റോഡിനുള്ള സ്ഥലം ഏറ്റെടുക്കാനുള്ള ചെലവ് കേന്ദ്രമാണ് വഹിച്ചത്. എന്നാൽ ഇവിടെ അതിനുള്ള പണം തരാൻ അവർ തയ്യാറായില്ല. അപ്പോൾ സ്ഥലം ഏറ്റെടുക്കാനുള്ള പണം അനുവദിച്ചും സ്ഥലം ഏറ്റെടുക്കൽ വേഗത്തിലാക്കിയും ഇടതുമുന്നണി സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങി. പിന്നെയെല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലായിരുന്നു. കേരളത്തിന്റെ മുഖച്ഛായ അപ്പാടെ മാറ്റിക്കൊണ്ട് 6 വരി പാത യാഥാർത്ഥ്യമാകുന്നു. ഇനി ഇഷ്ടമുള്ള സ്ഥലങ്ങൾ വേഗത്തിൽ പോയി കണ്ടുവരാം. എന്താ, ഒരു യാത്ര പോയാലോ? റെഡിയല്ലേ?